അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ട് തുടരുമോ ഇങ്ങനെ തന്നെ ശ്രീ വി രാജേഷ്? തീർച്ചയായും അതിലൊന്നും ഒരു സംശയമില്ല, അല്ലെ ഒരു ആശങ്കയും വേണ്ട. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വിലയിരുത്തൽ വരേണ്ട 2019 അമിത്ഷാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് തന്നെ തുടരും. ഞങ്ങളുടെ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇവിടെ പലരും പറഞ്ഞതും രവിശങ്കർ പ്രസാദ് പറഞ്ഞത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാറ്റേണ്ട വരുത്തേണ്ട തിരുത്തൽ വരുത്തും. ഇപ്പം മന്ത്രി നിരഞ്ജൻ ജ്യോതി പറഞ്ഞ ഒരു കാര്യത്തിന് അതിൻ്റെ പൂർണ്ണമായും രാജ്യത്ത് ബാധിച്ചിട്ടുള്ള അതിൻ്റേതായ രീതിയിലുണ്ടായ അസ്വസ്ഥതകളെ മനസ്സിലായിക്കൊണ്ട് നരേന്ദ്രമോദി ഒരു ഈഗോയും ഇല്ല. പിറ്റേ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ക്ഷമ ചോദിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ അങ്ങനെ കോംപ്ലക്സ് ഉള്ള നേതാക്കന്മാരൊന്നുമില്ല. ഞങ്ങൾ തിരുത്തും. പരാജയമായിട്ട് തന്നെ കണ്ടിരിക്കുന്നത് ഈ നിരഞ്ജൻ ജ്യോതിയുടെ അല്ലല്ല. ഞാനത് അതായത് ഒരു കഴിഞ്ഞ 1.5 വർഷമായി വന്ന പ്രസ്താവനകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാം പറഞ്ഞ് ചർച്ചയുടെ സമയം അതിനെ അപകരിക്കാൻ ശ്രമിക്കുന്നു. കാരണം വേണ്ട, ഇവരൊക്കെ പല പ്രാവശ്യം രാവിലെ തൊട്ട് അതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള സമയം കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇതിൽ പല നേതാക്കന്മാരും നടത്തിയ പ്രസ്താവന അവരൊന്നും തന്നെ ഗവൺമെന്റിൽ പങ്കാളികളല്ല. ഇതിൽ VK സിംഗ് പറഞ്ഞ 1-2 സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബിന്ദു സ്വാതി നിരഞ്ജൻ ജ്യോതിരാജ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. ബാക്കിയുള്ള VK സിംഗ് ബാക്കിയുള്ളവരാരും തന്നെ സാക്ഷി മഹാരാജ് അതൊക്കെ അതെനിക്കറിയാമല്ലോ. ബാക്കിയുള്ളവരാരും തന്നെ അല്ലല്ല മറ്റു പലരും തന്നെ പല പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റിന്റെ 1.5 വർഷത്തെ പ്രവർത്തനം. ഇവിടെ സമ്പത്ത് MP പറഞ്ഞു ദാദ്രിയെക്കുറിച്ച്. ആ സംസ്ഥാനത്തിന്റെ നേതാവ് മുലായം സിംഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഇലക്ഷൻ നേരിടാൻ വേണ്ടി CPM നിൽക്കുന്നത്. ഈ ദാദ്രി സംഭവം നടന്നത് അത് മറച്ചു വെച്ചു. മുലായം സിംഗിന്റെ അടുത്ത് പോയിട്ട് സീതാറാം യെച്ചൂരി എന്തുകൊണ്ട് ദാദ്രിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, താങ്കളുടെ പോലീസ് ഉറങ്ങുകയായിരുന്നു ചോദിച്ചില്ല. സീതാറാം യെച്ചൂരി നേരെ നരേന്ദ്രമോദിയാണ് ചോദിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. രാജേഷ് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ തിരുവനന്തപുരംകാരാണല്ലോ. ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കം സമയം കൊണ്ട്. ഒന്ന്, ഇങ്ങനെ കുറേ ആളുകളെ അതിങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമല്ല പ്രവർത്തിക്കും. അത് തന്നെ വാസ്തവത്തിൽ വല്ലാത്ത അത് ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയാണ്. ആ അജണ്ട എന്താണ്? ആ അജണ്ട കമ്മ്യൂണൽ പോളറൈസേഷൻ എന്നുള്ളതാണ്. ആ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അത് ലോ ഇൻറ്റൻസിറ്റി വാർ എന്നുള്ളത് അമേരിക്കൻ ഐക്യനാടുകൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പരീക്ഷിച്ചത് ഇന്ത്യയിൽ അതിൻ്റെ പതിപ്പ് കൃത്യമായി നടത്തുകയാണ്. ഇനി ഇതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളും അത്തരം കാര്യങ്ങളും അതെങ്ങനെയാണെന്ന് അളവുകോലെടുക്കുകയാണ്, അളക്കുകയാണ്. നിങ്ങളുടെ പ്രതിഷേധം എത്രയാണ്, അത് മാധ്യമങ്ങളിൽ എങ്ങനെയാണ്, ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ വലിയൊരു രൂക്ഷമായി അത് വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ആ കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് അത് മാപ്പൊന്നും ആരും ചോദിച്ചിട്ടില്ല, ക്ഷമയും ചോദിച്ചിട്ടില്ല. പാർലമെൻറ്റിൽ ഇത്തരത്തിലൊരു മന്ത്രി നടത്തിയതായിട്ടുള്ള ഇത് പാർലമെൻറ്റിന് പുറത്തുള്ള ഈ പ്രസംഗം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ നടത്തിയതാണ്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് അത് പാർലമെൻറ്റിൽ നിരവധി MP വിഷയം ഉന്നയിച്ചു. ഒരു മന്ത്രിയും ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. നിരവധി ദിവസം പാർലമെന്റ് സ്തംഭിച്ചു പോകുമെന്നുള്ള നരേന്ദ്രമോദി നിരഞ്ജൻ ജ്യോതിയുടെ പ്രസ്താവന ക്ഷമ പറഞ്ഞു. എന്റെ പൊന്ന് രാജേഷൻ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇത് ഒരു ദിവസം മാധ്യമ വാർത്തകളെല്ലാം ഇത് ട്വിറ്ററിൽ കൂടെ പ്രതികരിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതൊന്നും അറിയാത്തതും കാണാത്തതും കേൾക്കാത്തതൊന്നുമല്ല. പാർലമെന്റിൽ അദ്ദേഹം ഈ പറഞ്ഞത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയാത്തതല്ല. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പാർലമെന്റിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, സംയമനം പാലിക്കേണ്ടതാണ് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ VK സിംഗിന്റെ കാര്യത്തിൽ വന്നൊരു കാര്യത്തിൻ്റെ ഇനി വേറൊന്ന്, സാക്ഷി മഹാരാജ് ഒരു തവണയാണോ പറഞ്ഞത്? സാക്ഷി മഹാരാജ് കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതലത്തെ പ്രസ്താവന വിവാദ വിഷയമായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ഇത് കുറഞ്ഞത് 6ാമത്തെ തവണയെങ്കിലുമാണ്. ഇത് 1, 2, 3 ഒന്നും അല്ല. ഒരു സാധ്യ പ്രാച്ചിയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ അവരാരും ഒന്നുമല്ല എന്ന് പറയുന്നു. ഇത് ഒന്നുമല്ല എന്ന് പറയുമ്പോൾ വഴിയെ പോകുന്ന ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മാധ്യമങ്ങളിലെല്ലാം അത് ചർച്ചയാവോ? ഇല്ലല്ലോ. പ്രധാനപ്പെട്ട ആരെങ്കിലും അത്തരത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകളും അങ്ങനെ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നവരുമായ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ ചർച്ചയാവുള്ളൂ. രാജേഷ്, ഞാൻ ഇടപെടുന്നേ ഇല്ല. എന്റെ ലാൽ, നരേന്ദ്രമോദിക്കെതിരെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചില ആളുകൾ ഇത്തരത്തിലുള്ള അത് ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രണ്ടുപേരും ഐഡിയോളജിക്കലായി ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ലെഫ്റ്റ് ആണ്, അദ്ദേഹം റൈറ്റ് ആണ്, ഇരിക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ആ റീസണിങ് ഞാൻ സമ്പത്തിന്റെ ഉടുപ്പിന്റെ നിറം, പക്ഷേ അല്ല, അതിനു മുമ്പ് തന്നെ സ്വാമി വിവേകാനന്ദന്റെ ഉടുപ്പിന്റെ നിറവും ഇതായിരുന്നു. ലാല് ഇവിടെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ഹൗസിലെ ബീഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കത്ത് കിട്ടിയതനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ പറയുന്ന സമയത്ത് കേരളത്തിലെ BJP നേതാക്കന്മാർ അതിനെ ന്യായീകരിക്കുക, വല്ലാതെ ന്യായീകരിക്കുക.
അതിലൊരു തെറ്റുമില്ല എന്നുള്ള മറ്റില്ല, എന്താ അതിൽ കുഴപ്പമെന്നുള്ള മറ്റില്ല? ബിന്ദു പറയുന്നത് അല്ല ഉള്ളതല്ലേ, എന്നെ അവിടെ അത്ഭുതപ്പെടുത്തി രാജേഷ്. ഞാൻ ചോദിക്കട്ടെ, കേരള ഹൗസിൽ ബീഫ് ആദ്യം നിരോധിച്ച ഉമ്മൻചാണ്ടിയാ. അല്ല, ആദ്യം നിരോധിച്ച അല്ല, ഞാൻ ഉമ്മൻചാണ്ടിയാ. ചോദിക്കട്ടെ, എന്ന് പറഞ്ഞാൽ കേരള ഹൗസിന് അടുക്കള കയറാൻ അവകാശം ഉണ്ടോ? അതിനുശേഷം ആയതുകൊണ്ട് അദ്ദേഹം കത്തയച്ചു. ഒന്നുമല്ല, ഞാൻ എനിക്ക് പറയാൻ പറ്റും. UDF സർക്കാർ ആദ്യം ബീഫ് നിരോധിച്ചത് 6 മാസം ഓരോ പ്രദേശത്തെയും മതപരമായ അല്ലെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണം. അതിന്റെ അർത്ഥം അടുക്കള കയറണമെന്നല്ല രാജേഷ്. ടോമി തോമസും ലിസ് മാത്യു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇടപെട്ടിട്ട് അത് പിൻവലിച്ചത്. അതിന്റെ ചരിത്രം വേറെ ഉണ്ട്. അല്ല, അതിലൊന്നും ഒരു തർക്കമില്ല. എന്നാൽ അടുക്കള കയറാൻ അവകാശം അധികാരം ഇല്ലാതെ ഓർത്താം. സമ്പത്ത് എം പി ഇവിടെ പറഞ്ഞു ആ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നക്സലൈറ്റുകൾ ഇവിടെ അഴിഞ്ഞാടുന്നു, പറയട്ടെ, നക്സലൈറ്റുകൾ ഇവിടെ അഴിഞ്ഞാടുന്നുണ്ട്. അതിനെ CPM പോളിറ്റ് ബ്യൂറോ കെട്ടഴിച്ചു വിട്ടാണ് ഞാൻ പറഞ്ഞ അദ്ദേഹം സമ്മതിക്കുമോ? അവരും പറയാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ലല്ല, നക്സലൈറ്റ് പറഞ്ഞാൽ ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്നാ. നിങ്ങളെ പോളിറ്റ് ബ്യൂറോ അഴിച്ചുവിട്ടാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും. അപ്പൊ നിങ്ങളെക്കാൾ വലുതായിട്ടുള്ള ഹിന്ദുത്വ അജണ്ടയിലാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത്. ശ്രീരാമസേന എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം BJP പറയുന്നതിനാ. കർണാടകത്തിൽ കൽബുർഗിയെ കൊന്ന കൊലപാതകം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് മരിച്ചപ്പോ ലഡു വിതരണം അടക്കം നടത്തിയ പടങ്ങൾ നമ്മളിവിടെ കൽബുർഗിയെ പലഹാര വിതരണം നടത്തിയതിന്റെ നമ്മൾ പത്രത്തിൽ പടം കണ്ടു. തിരുവനന്തപുരത്ത് നടത്തിയതിന്റെ കാര്യങ്ങൾ അറിയാം. ഒരു കാര്യം സമ്പത്ത് സംസാരിച്ചതെന്ന് കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി ബാഗ്. കുറച്ചു പേരെ അഴിച്ചുവിട്ടു. ആ അഴിച്ചുവിട്ടിരിക്കുന്നത് പിടിവിട്ടാതെ കഴിയുമ്പോൾ ഉടനെ പറയും ഒന്ന് നിർത്താൻ. ഇങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മുൻവിധി. അപ്പോൾ അതുകൊണ്ട് മോഡി എത്ര നിങ്ങൾ മാപ്പ് പറഞ്ഞാലും അതൊരടവാണെന്നേ പറയുള്ളൂ. അത് ഒരു മനോരോഗമാണ്. അത് അതെ, അത് എന്ത് പറഞ്ഞാലും അപ്പം അടവാന്ന് പറയും. ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. 24 മണിക്കൂർ മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം എന്താ അറിയോ? ജനാധിപത്യ ബോധമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു പ്രജുഡിസ്റ്റാണ്. അതാണ് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ സത്യം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് മാറാൻ പോകുന്നില്ല. ആസ് എ മെമ്പർ ഫ്രം ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ ബഹുമാനിക്കുന്നു. പാർലമെന്റ് സമ്മേളിക്കുന്ന വേളയിൽ പാർലമെന്റിലാണ് മന്ത്രിമാരുടെ പ്രസ്താവനകൾ വരേണ്ടത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പോലും അവിടെയല്ല വരുന്നത്, വിദേശത്ത് നിന്ന് ഞങ്ങൾ അറിയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ഒരു മന്ത്രി സ്ത്രീയാണ്. ആ സ്ത്രീ എന്നുള്ള എല്ലാ പരിഗണനയും നൽകുന്നു. ഒരു സഹമന്ത്രിയാണ്. അവർ പുറത്ത് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് മാധ്യമങ്ങളിൽ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത് വന്നതിനെ സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിക്കുകയാണ് വിഷയം. പാർലമെന്റിൽ ഉന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ മറുപടി അന്ന് കിട്ടുന്നില്ല, പിറ്റേന്ന് കിട്ടുന്നില്ല. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ മറുപടി വരുന്നത് വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ പാർലമെന്റാണ് സുപ്രീം. ഇല്ല, എല്ലാവർക്കും സംശയമുണ്ട്. ഈ ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണല്ലോ ഡോക്ടർ സമ്പത്തും ബിന്ദു കൃഷ്ണയും മാധ്യമപ്രവർത്തകരും എല്ലാം. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ തീർത്തു തന്നെ പോകണം. നിങ്ങൾ ഒരിക്കൽ പാർലമെന്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ രാഹുൽ? ഈ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം. ഈ സംശയം ഒരിക്കലും തീരില്ല എന്ന് പറഞ്ഞാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സമ്പത്ത് MP പറയട്ടെ, ചോദിച്ച എല്ലാത്തിനും 47 മുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നവരെ അടുത്ത മണിക്കൂർ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് എത്ര ഉത്തരം പറഞ്ഞിട്ടുണ്ട്? അന്നും സഖാവ് ഉണ്ടായിരുന്നല്ലോ അവിടെ. സഖാവ് എത്ര ചോദ്യം ചോദിച്ചു? കാണേണ്ടതേ കാണാൻ പാടില്ല. ആവർത്തിക്കുകയൊന്നുമല്ല. അന്ന് ഈ ഉശിരൊന്നും കണ്ടില്ലല്ലോ. 1,76,000 കോടി രൂപ കട്ടെടുത്തുകൊണ്ട് കണ്ടില്ലല്ലോ. പാർട്ടിക്ക് ഉണ്ടായ അതേ സ്ഥിതിയിലേക്ക് അവരും ആയിക്കോട്ടെ. അല്ല, ഞാനീ പറഞ്ഞ സമ്പത്ത് പറഞ്ഞ ഒരു ശ്രീ സമ്പത്ത് പറഞ്ഞ ഒരു മറുപടി, അദ്ദേഹം ഇടതിന്ന് പറയണം, വലതിന്നൊരു മറുപടി. മാവോയിസ്റ്റ് പറയുന്ന എല്ലാത്തിനും മാർക്സിസ്റ്റുകാർ ഉത്തരവാദികളാണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തീവ്ര കടുത്ത ഹിന്ദുത്വവാദികൾ പറയുന്നതിനെല്ലാം ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന രാഹുൽ ഈശ്വരനോട് എന്റെ ഒരു ചോദ്യം ഇതാണ്. ഈ നാട്ടിൽ നക്സലൈറ്റുകൾ പ്രശ്നം ഉണ്ടാക്കിയാലും ഈ പറയുന്ന ഹിന്ദുത്വവാദികൾ ഫ്രിഞ്ചുകൾ പ്രശ്നം ഉണ്ടാക്കിയാലും നരേന്ദ്രമോദിക്ക് ഇടപെടാം. അല്ല, നരേന്ദ്രമോദിക്ക് ഇടപെടാം. പക്ഷെ അതിനെല്ലാം അദ്ദേഹം റെസ്പോൺസിബിൾ ഉത്തരവാദിത്തമാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അല്ല, ഒരു സെക്കൻഡ്. ഈ പറഞ്ഞ കാര്യം
ഖേദകരമായ മൗനം നിരഞ്ജൻ ജ്യോതി പറഞ്ഞ കാര്യത്തിൽ പാർലമെന്റിൽ സംഭവിച്ചത് എല്ലാം നരേന്ദ്രമോദി പറഞ്ഞൊഴിഞ്ഞല്ലോ. ലാലെ ഒറ്റ കാര്യം, തന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം അത്തരത്തിൽ നടത്തിയ പ്രസ്താവനയെ സംബന്ധിച്ച് പാർലമെന്റിലെങ്കിലും അറ്റ് ദ ഏർലിയസ്റ്റ് അദ്ദേഹം നടത്തേണ്ടതായിട്ടുള്ള ഒരു മറുപടി അതുണ്ടായില്ല എന്നുള്ളതും, പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്താണെങ്കിൽ തന്റെ എക്സിക്യൂട്ടീവിലുള്ള ഒരു അംഗം ഒരു മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അക്കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ. തീർച്ചയായും. എന്തായാലും എനിക്ക് തോന്നുന്നു ശ്രീ ചാരുപാറ രവി, ഞാൻ കുറച്ചു നേരമായിട്ട് അദ്ദേഹത്തോട് പോകാതിരിക്കുന്നതിന് കാര്യം ഈ കാര്യത്തിൽ ഒരു തർക്കം തീരട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം മിണ്ടാതിരുന്നാൽ മതി, ഇവിടെ ഇരിക്കും പോലെ ബീഹാറിൽ പാറ്റ്നയിൽ ഇരുന്നാൽ മതി, നിതീഷും ലാലും ഇതുപോലെ അങ്ങ് ഇരുന്നാലും മതി, അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീ ചാരുപാറ രവി ഞാൻ തിരിച്ചെത്താം. ശ്രീ പി വി തോമസ്, ഡൽഹിയിൽ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതിപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു ചർച്ചയാണോ? വി വി രാജേഷിനോട് നമ്മൾ തട്ടിക്കയറാൻ വേണ്ടി ചോദിക്കുന്നതാണോ? എന്താണ് നരേന്ദ്രമോദി പാർലമെന്റിൽ എടുത്ത നിലപാടുകൾ? പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഇന്ദ്രപ്രസ്ഥത്തിലും രാജ്യത്തിന് പുറത്തും ഇത്തരം കാര്യങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടപെട്ടതിനെ കുറിച്ച് ഡോക്ടർ ലാൽ, ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. അതായത് ഈ നെഗറ്റീവ് ക്യാമ്പയിൻ എപ്പോഴും ബൂമറാങ് ചെയ്യുകയുള്ളൂ, തിരിച്ചടിക്കുകയുള്ളൂ. നമുക്കറിയാം 89 ബോഫേഴ്സ് സമയത്ത് കോൺഗ്രസ് റീഡിഫ് എന്ന് പറഞ്ഞ ഏജൻസിക്ക് കൊടുത്തിട്ട് കുറേ നെഗറ്റീവ് ക്യാമ്പയിൻസ് വന്നു, അത് മുഴുവൻ ഇവർക്ക് തിരിച്ചടിയായി. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി ആളെ വിട്ട് രാത്രിയിൽ ആരെങ്കിലും കൊല്ലിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ദളിതരെ ചുട്ടുകൊല്ലുന്നുണ്ടെന്നോ ആരും പറയല്ല, പറയുന്നതും ശുദ്ധ മണ്ടനായിരിക്കും. പക്ഷെ അതല്ല ഇവിടുത്തെ ഇഷ്യൂ. എന്തുകൊണ്ട് ഇതുപോലെയുള്ള ആൾക്കാർ പത്തി വിടർത്തുന്നു ഈ ഭരണത്തിൽ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായി? അത് ഏതെങ്കിലും ഐഡിയോളജിയുടെ ഭാഗമാണോ? അല്ലെങ്കിൽ ഐഡിയോളജിയുടെ തണലിൽ ഒരു പെട്ടെന്ന് കരുത്ത് പ്രാപിക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു പര്യാവരണം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. അത് എന്തിൻ്റെ ഫലമാണ് എന്നുള്ളതാണ്, എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ പ്രധാനമന്ത്രി ഇപ്പോൾ എല്ലാ കാര്യത്തിലും വന്ന് കാര്യങ്ങൾ കൈകറി പിടിച്ച് ചെയ്തെന്ന് പറയാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് ശക്തമായൊരു നിലപാടെടുക്കാം. ആ നിലപാട് അദ്ദേഹം, അതായത് ഈ മൻ കി ബാത്തൊക്കെ പറയുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന് പാർലമെന്റിൽ പറയാം, റേഡിയോയിലൂടെ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുവേണ്ടി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എതിരാളികളുടെ പത്തിയും നടങ്ങും, ഈ ഇതുപോലുള്ള കൊലയാളികളുടെ പത്തിയും നടങ്ങും, ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതവൈരത്തിൻ്റെയും പ്രവാചകന്മാരുടെ പത്തിയും നടങ്ങും. അതടക്കുവാനായിട്ട് ഇന്ന് ഈ രാജ്യത്തുള്ള ഒരാൾ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ഗൃഹമന്ത്രിയുണ്ട്, ഞാൻ പറയുന്നു, സമ്മതിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി പ്രധാനമന്ത്രി ആത്മാർത്ഥമായിട്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയ വില്ലോട് കൂടിയിട്ട് മുമ്പോട്ട് വരികയാണെങ്കിൽ ജനങ്ങൾ കൺവിൻസ്ഡ് ആകും, ജനങ്ങൾക്ക് ഒരു ധൈര്യം വരും. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക്, ഇന്ത്യ ആകെയുള്ള ജനങ്ങൾക്കും ഡൽഹിയിലുള്ള ജനങ്ങൾക്കുമുള്ള ഒരു ആശങ്ക. ആ ആശങ്ക നിലനിൽക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ബീഹാർ പോലെയുള്ള തിരിച്ചടികൾ ഉണ്ടാകും. അത് നിലനിൽക്കാൻ അനുവദിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ സാധ്വി നിരഞ്ജനയുടെ പ്രശ്നം പറഞ്ഞു, പാർലമെൻറ്റിൽ ശരിയാണ് മോഡി മറുപടി പറയാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു വിശദീകരണം നൽകാൻ വൈകി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മറക്കണം, അതിൻ്റെ പിറ്റേന്ന് രാവിലെ പാർലമെൻറ്റ് നടക്കുന്ന സമയത്താണ്, ഡൽഹി ഇലക്ഷൻ്റെ യോഗത്തിലാണ് നിരഞ്ജന കയറി പ്രസംഗിച്ചത്. പിറ്റേന്ന് രാവിലെ നടന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അവരെ ശാസിച്ചു എന്നുള്ള വാർത്ത ഒഫീഷ്യലായിട്ട് BJP തന്നെ അന്ന് പുറത്തു വിട്ടിരുന്നു. ഓർമ്മയെടുത്ത് ആലോചിക്കുന്നു. എൻ്റെ ഒരു സംശയം, ഇതൊക്കെ നടക്കുന്നുണ്ട്, RSS ആണ് ശാസിച്ചത് അല്ല BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇടപെടൽ ഉണ്ടാവുമല്ലോ. അല്ല, ആരുടെ ആയിക്കോട്ടെ, ആരുടെ BJPയുടെ അല്ല. അതിന് ഞാൻ ചോദിക്കുന്നത് ചില ആൾക്കാരുടെ വ്യക്തിപരമായ ശൈലിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ ഇടുക്കിയിൽ M.M. മണിയുടെ ഒരു പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ചില ആൾക്കാരുടെ ഒരു പ്രവർത്തന ശൈലിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടൗണ്, നമ്മളെ ഒരു അർബൻ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന നേതാക്കന്മാർക്ക് അത്രത്തോളം ഈ പ്രശ്നങ്ങളില്ല. റൂറൽ ഏരിയ എന്ന് വരുന്ന നമ്മുടെ നേതാക്കന്മാർ, ജനിക്കുന്ന നേതാക്കന്മാരാണ്. ഇപ്പോൾ സാക്ഷി മഹാരാജിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം UPയിൽ കഴിഞ്ഞ 5 പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ വേരില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. BJPക്ക് അദ്ദേഹത്തെ അങ്ങനെ ഒരു പോപ്പുലർ ലീഡറെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റുമോ? എത്ര സീറ്റ് ഉണ്ട് സർ ഈ BJPക്ക് ഇപ്പോൾ? 3-ൽ അല്ല, ഞാൻ പറഞ്ഞതല്ല, അങ്ങനെയുള്ളൊരു പോപ്പുലർ ലീഡറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ആൾക്കാർ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഈ ടിവിയുടെ മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ, ഒരു ബൈറ്റ് ചോദിച്ച് ചെല്ലുമ്പോൾ അവർ വിളിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നിയന്ത്രിക്കാൻ സംഘടനാ തലത്തിൽ തന്നെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടേ പറ്റുള്ളൂ. രാജേഷ്, അതായത് ഈ പറഞ്ഞ അർത്ഥത്തിൽ ഇടപെട്ടിട്ടും
ഈ മന്ത്രിമാർ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? അദ്ദേഹത്തിന്റെ കൈപ്പിടിക്ക് പുറത്താണോ ഈ മന്ത്രിമാർ? അദ്ദേഹത്തിന് പോലും പറ്റാത്ത എന്ത് ശക്തിയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ലാൽ അങ്ങനെ ശ്രീ പറയുന്നത് ഹരിദാസ് പറഞ്ഞതിനെ കടമെടുത്താൽ അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിലും ആരെങ്കിലും കൂടിയിരുന്ന് പാർലമെന്ററി പാർട്ടിയെങ്കിലും പറഞ്ഞല്ലോ, എംപിമാരുടെ യോഗമാണ് അതെ ശാസിച്ചല്ലോ. അപ്പൊ മന്ത്രിമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പ്രറോഗേറ്റീവ് ഇല്ലേ പ്രധാനമന്ത്രി? അതിനുശേഷം ഒരു മന്ത്രിയുടെ പ്രശ്നം എപ്പോഴാണ് ഉണ്ടായത്? ഈ സാധ്യ നിരഞ്ജനയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രിമാർ ആരെങ്കിലും ആ നിലയിൽ ഈ വി കെ സിംഗിന്റെ ഒരു പ്രസ്താവനയാണ് പറയുന്നത്. അപ്പൊ ആ ലാല് തന്നെ മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വി കെ സിംഗിന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയല്ലേ ചെയ്തത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ചാരുപാറ രവി ഒരു നിഷ്പക്ഷനായ ഒരാളാണല്ലോ. താങ്കൾ എന്ത് പറയുന്നു? ഈ മന്ത്രിമാരുടെ ഇടപെടലിനെ കുറിച്ച് പ്രധാനമന്ത്രി നേരായ രീതിയിൽ ഇടപെട്ടോ ഇല്ലയോ? അദ്ദേഹത്തിന്റെ ഇടപെടലാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? ഒരു ഭീതിജനകമായൊരു അന്തരീക്ഷം ഇന്ത്യയിലുണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, അവിടെ ഈ ഇത്തരം മന്ത്രിമാരുടെയും നേതാക്കളുടെ അഭിപ്രായങ്ങൾ സാധാരണ ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത്. കാരണം ഭീതി എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറി പിന്നെ ആഹാരം പരിശോധിക്കുക, എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കുക, വസ്ത്രധാരണത്തെപ്പറ്റി, അതുപോലെ ഭാഷ, എഴുത്തുകാർ, ഇവരെല്ലാം ബാധിക്കുന്ന പ്രശ്നം. ഇതാണ് പ്രധാനമായ ഒരു ഭീതിയായി ഞാൻ കാണുന്നത്. ആ ഭീതി അകറ്റാൻ ജനം എടുത്ത നിലപാടുകളാണ് ഇപ്പോൾ മഹാസഖ്യത്തിനെതിരായിട്ടുള്ളത്. ഇന്ത്യ ഒട്ടായി സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. പക്ഷേ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ളത്, ഇന്ത്യയിൽ വന്നു പോകുന്ന ഒരു പ്രധാനമന്ത്രി ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ച് അതിനുവേണ്ടിയുള്ള ശാസിക്കാനോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനോ സമയം കണ്ടെത്തുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം. എന്തായാലും ഞാൻ ശ്രീ ചാരുപാറ രവിയെ നിഷ്പക്ഷൻ എന്ന് വിശേഷിപ്പിച്ചപ്പോഴാണ് ഡോക്ടർ സമ്പത്ത് തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് നിഷ്പക്ഷനാകുന്നതെന്ന്. അല്ല, ഞാനിങ്ങനെ ഒരു തർക്കം നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരാളിനെയാണ് നമ്മൾ തൽക്കാലം പക്ഷം പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാത്തതുകൊണ്ട് അദ്ദേഹം വളരെ മാന്യനായി മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാനൊന്ന് ഇടപെട്ടു, അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ നിഷ്പക്ഷനാക്കി തൽക്കാലം ഇടപെട്ടു. അദ്ദേഹം തിരിച്ച് വീണ്ടും JDU പ്രതിനിധിയായി ഈ ചർച്ചയിൽ തുടരും. ശ്രീ ചാരുപാറ രവി, എന്തായാലും JDU സഖ്യം വലിയ വിജയം ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സഖ്യം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്, ലാലു പ്രസാദും നിതീഷ് കുമാറും കൂടി എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകും, പരമ്പരാഗത ശത്രുക്കൾ. ലാലു പ്രസാദിനെ കുറിച്ചാണെങ്കിൽ ഉള്ള കഥകളൊക്കെ പറയാൻ എല്ലാവരും കാത്തിരിപ്പുമുണ്ട്. പക്ഷേ ഡോക്ടർ സമ്പത്തിനെ പോലുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 90കളിൽ സംഭവിച്ച രാഷ്ട്രീയത്തിൽ രഥയാത്ര തടയാൻ ധൈര്യപ്പെട്ട ആ നേതാവെന്നുള്ളൊരു ചിത്രം, അത് അദ്ദേഹം ഇപ്പോഴും ആ ഒരു ഇമേജിലൂടെയുള്ള രാഷ്ട്രീയം തുടരുന്നുണ്ടോ? അത് വെച്ചാണോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് പോകുന്നത്? ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ പഠിച്ചൊരു പാഠമുണ്ട്. അതുകൊണ്ട് അത് തിരുത്തി ഒന്നായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകണം എന്ന് നിർദ്ദേശിച്ചത് ലാലു പ്രസാദ് യാദവാണ്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നമില്ല. പക്ഷേ മറിച്ചൊരു കാര്യം, ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ഒരു മഹാസഖ്യത്തെ പോലെ മതേതരത്വ ജനാധിപത്യ സംവിധാനം. അതിലെൻ്റെ ഒരു അഭിപ്രായം ഇടതുപക്ഷ മുന്നണി അടക്കമുള്ള ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ആ കൂട്ടത്തിലേക്ക് വരണമെന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്തായ പാരമ്പര്യമുള്ള പ്രസ്ഥാനം അവരുടെ ഈ കാര്യത്തിൽ കൂടെ യോജിക്കണം എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. ഡോക്ടർ സമ്പത്ത് ഒരു മറുപടി പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ പറഞ്ഞ സഖ്യത്തെ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ തടസ്സം നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ലെഫ്റ്റിൽ വരുന്ന എല്ലാവരെയും അംഗീകരിക്കാൻ മഹാസഖ്യം തയ്യാറായില്ല എന്നുള്ളത് മാത്രമാണോ? അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ചില ജനകീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ ആ വിധത്തിൽ ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി നടത്തുന്നത് മാത്രമല്ല, അവരങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള വിവിധ, ഉദാഹരണത്തിന് BJP-യുമായി രാഷ്ട്രീയമായി ആഭിമുഖ്യമുള്ളവരാണ് BMS ഉൾപ്പെടെയുള്ളവർ, INTUC ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ രവീണൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, HMS-ൻ്റെ അവർ പ്രവർത്തകരടക്കം ഇന്ത്യയിലെ ഈ പണിയെടുക്കുന്നവരെല്ലാവരും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പൊളിറ്റിക്കലായി എപ്പോഴും മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ലെഫ്റ്റ് തന്നെയാണ്. ആ മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ. ഇവിടെ ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഗ്രാൻഡ് അലയൻസ്, വിശാലമായ സഖ്യം, ആ സഖ്യത്തിൽ ആരെങ്കിലും അത് ഇനി ചേരണമോ, അല്ല ആ സഖ്യവുമായി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കണമോ, ഇതെല്ലാം വരുംകാല ചരിത്രത്തിൽ അതാത് വിഷയങ്ങളെ ആസ്പദമാക്കിയാണ്. ഈ സഖ്യത്തിൽ തന്നെ ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഇല്ല, SP ഇല്ല,
വാസ്തവത്തിൽ വൈവാഹിക ബന്ധത്തിലാണ് എങ്കിൽ ഈ രണ്ട് കുടുംബങ്ങളിൽ നിന്നും, ലല്ലുവിൻ്റെ കുടുംബത്തിൽ നിന്നും മുലയത്തിൻ്റെ കുടുംബത്തിൽ നിന്നും വാസ്തവത്തിൽ അവർ മക്കളും മരുമക്കളും ഒക്കെ അങ്ങനെ അവർ വിവാഹ ബന്ധത്തിൽ പോലും ഏർപ്പെട്ടിട്ടുള്ളവരാണ്. ആ ബന്ധം, ആ വിവാഹ ബന്ധവും ബന്ധുത്വമെല്ലാം വേറെ, രാഷ്ട്രീയ ബന്ധത്തിൽ അവരുടെ പാർട്ടികൾ തമ്മിലൊരു ബന്ധവുമില്ല അല്ലേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് NCP ഈ മുന്നണിയിലില്ല. ഇപ്പോൾ BJP അവിടെ ഉണ്ടായിട്ടുള്ള ഒരു തകർച്ച, അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു അവർ അധികാരം എത്തും എന്ന് തന്നെ പറഞ്ഞതും പല മാധ്യമങ്ങളും വലിയൊരു പ്രശ്നം വരുമ്പോ, വലിയൊരു ആവശ്യം വരുമ്പോ നിങ്ങൾക്കും ചില വിട്ടുവീഴ്ചകൾ ചിലയിടത്ത് ചെയ്യേണ്ടി വരും. ഇത് എപ്പോഴും ഈ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എങ്ങനെയെന്നുള്ളത്, ഒരു കുട്ടി ജനിച്ചിട്ടല്ലേ ജാതകം എഴുതാൻ പറ്റൂ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഇപ്പം ജാതകം എഴുതാൻ പറ്റില്ലല്ലോ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ. ബിന്ദു കൃഷ്ണ, അവിടെ നിങ്ങൾക്കും ഉണ്ട് ഒരു റോൾ. അതായത് കോൺഗ്രസിനും ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും അവരുടെ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വരട്ടെ, ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങളിപ്പോൾ ഒരു ത്യാഗം കാണിച്ചല്ലോ, മഹാസഖ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ നയിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചല്ലോ, നിങ്ങൾക്ക് ദുരന്തം മനസ്സിലായി. അതുപോലെ കേരളത്തിലുള്ള നിങ്ങളുടെ ഒരു മുന്നണി ഉണ്ടല്ലോ, UDF എന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ നിൽക്കാൻ ഇവരെ ഇനി തല്ലിക്കൊന്നാലും അവർ തയ്യാറാവില്ല, ഡോക്ടർ സമ്പത്തിനെ പോലുള്ളവർ. അപ്പം നിങ്ങളും ചില ത്യാഗങ്ങൾ സഹിച്ചാൽ മാത്രമേ ഡൽഹിയിൽ അവിടെ ഒന്നിച്ച് ഒരു സഖ്യം പോലെ ആരെങ്കിലുമൊക്കെ 4 പേര് പറഞ്ഞാൽ കൊള്ളാവുന്നവരെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും ത്യാഗങ്ങൾ സഹിക്കുമോ? നിങ്ങൾ ഇതുപോലെ തന്നെ നിൽക്കുകയേ ഉള്ളൂ? ഭാവി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാസൂചികയാണ് ബീഹാർ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് മത തീവ്രവാദത്തിനെതിരായിട്ട് മതേതര ശക്തികളുടെ ഒരു യോജിക്കാവുന്നിടങ്ങളിൽ യോജിപ്പ്, അതാണ് അവിടെ കണ്ടത്. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നേരത്തെ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശ്നാധിഷ്ഠിതമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് VV രാജേഷിന് ഇടപെടാൻ നല്ലൊരു ഒരു കാര്യമില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണ്. ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറഞ്ഞ മഹത്തായ വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ഉണ്ടാക്കിയ, ഇന്ത്യയിൽ ഏറ്റവും ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി നിലനിർത്തിയ ഡോക്ടർ സമ്പത്ത് പറയുക, നിങ്ങൾ കേരളത്തിൽ അഴിമതിക്കാരായ ഒരുപാട് പേരെ കൂട്ടുപിടിക്കുന്നു, നിങ്ങൾ വളരെ വർഗീയമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ ഒഴിവാക്കി വരും, ഞങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് ഭരണകാലത്ത് എത്ര LDF-ന്റെ ഭരണകാലത്ത് എത്ര മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം വന്നിട്ടുണ്ട്? തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ബിന്ദു പറഞ്ഞത് ബിന്ദുവിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട AK ആന്റണി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അന്ധമായ CPM വിരോധം വിരോധമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ഇതിനെ പിന്നെ ഞങ്ങൾ വേറൊരു ഭാഷ പറയും, അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഞങ്ങൾ പറയുന്നത് ആ രാഷ്ട്രീയം, കേരളത്തിൽ ഉൾപ്പെടെ ഈ രാഷ്ട്രീയമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. BJP ഒരു ഭാഗത്തും CPM-ഉം കോൺഗ്രസും ഒരു ഭാഗത്തുമായിട്ടുള്ള ഒരു പോളറൈസേഷൻ, അതാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെയെങ്കിലും VV രാജേഷ് ഇടപെട്ട് മധ്യസ്ഥത വഹിച്ച് അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ്. ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇപ്പോ ഒരു കൺസൾട്ടന്റ് എഫർട്ട് എടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. വേണമെങ്കിൽ BJPക്ക് എതിരായിട്ട് എല്ലാവരെയും യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ ആ സമയത്ത് പോലും കോൺഗ്രസിനും CPM-നും ഒന്നിക്കാൻ പറ്റില്ല. നിതീഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കാൻ പൊതുശത്രു വരുമ്പോഴേക്കും